നമുക്ക് വളരെ കൃത്യമായിട്ട് നോക്കാം. രണ്ടാമത് എഴുതുമാറായിരിക്കുകയും വളരെ വിളക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഏഷ്യാട് പുസ്തകം 57-ാം അധ്യായം 14-ും 14-ും ദൈവം ഉന്നതമായ വിധം അനുഭവിക്കുന്നു. ദൈവം പഠിക്കുന്നു. അനുഭവങ്ങളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ദൈവം അവരുടെ കൂടെ വഹിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ദൈവം അവരുടെ കൂടെ വഹിക്കുന്നു. വഹിക്കുന്ന അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കുക. നവീകരണ ധ്യാനത്തിന് പോയിട്ടു. എന്നാൽ അതാണ് അനുഭവിക്കുന്ന ആ യഥാർത്ഥ നവീകരണം നമ്മുടെ വരാൻ വേണ്ടി അനുസരിക്കുന്ന ഹൃദയം വിനീതമായ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിന് പ്രത്യേക ഭാരമാണ്. വളരെ ദീപമായി അപേക്ഷിക്കുകയും ദീപവഴിയിൽ മാത്രമേ ഈ അനുഭവത്തിലേക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇപ്പോൾ കാണുന്ന ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം. യേശുവിനെ അവരുടെ വചനങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ട് അപ്പസ്തലന്മാർ സാധിച്ചു. യേശു വചനങ്ങളൊന്നും ഗ്രഹിക്കാനായിട്ട് അപ്പസ്തലന്മാർ സാധിച്ചു. അപ്പോൾ അത് കാണുകയാണ്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക വിധം അവൻ ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു കൊടുത്തു. ഈശോ അത് ശിഷ്യന്മാരുടെ മനസ്സ് ബുദ്ധിയൊക്കെ തുറന്നു കൊടുത്തു വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ബുദ്ധിയും മനസ്സും ഈശോ തുറന്നു തരാനായിട്ടുണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കേട്ടിരിക്കും. നമുക്ക് ആസ്വസ്ഥയും ക്ഷീണവും പറയാമെന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമുക്കത് ജ്വലിക്കുന്ന അനുഭവമായി രൂപാന്തരപ്പെടണം. ഈ ദിവസം വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ജ്വലിക്കുന്ന അനുഭവം, ആത്മാവിനെ തടയാനായിട്ടുള്ള ദാഹം, കർത്താവിനെ നല്ല പ്രഘോഷിക്കാനുള്ള ഈശ്വരമായ ഒരു അഭിലാഷം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തും. ഏറെയോടും നമ്മൾ ഇന്ന് തിരുവചനങ്ങൾ ശ്രമിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. ലൂക്കാ 24:32. ശിഷ്യന്മാരെ പല കേട്ട് കഴിഞ്ഞിട്ട് വിശ്വകുമാരങ്ങളെ സ്വീകരിക്കുന്നത് പറയുകയാണ്, വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? വിശുദ്ധ ലിഖിതങ്ങൾ കേട്ടപ്പോൾ ഹൃദയം ജ്വലിച്ചു. നമുക്ക് ഈ ദിവസം നമ്മുടെ ഹൃദയം ജ്വലിക്കണം. നമ്മൾ വായിച്ച വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുപോലെ പറയുകയാണ്. ഇന്ന് ധാരാളം വളരെ ഗ്രഹിക്കാൻ പറ്റുന്നത് കമ്മട്ടും കൊടുക്കുന്നത് ജ്ഞാനം കൊടുക്കുന്നത്. പക്ഷെ ബൈബിളിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വചനങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാനൊക്കെ കൊടുക്കുന്നത്. അവിടെ നമുക്ക് അനേകം ആത്മീയ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ദൈവ രാജ്യത്തെക്കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചൊന്നും പലപ്പോഴും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ ചില ആചാരങ്ങളിൽ വാഗ്ദാനങ്ങളൊക്കെ ഒഴുകി ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിട്ട് മാത്രം മുന്നോട്ട് പോവുകയാണ്. സുവിശേഷവർഗങ്ങളുടെ കാലഘട്ടം പ്രത്യേകിച്ച് 1995 2010 വരെ സുവിശേഷവർഗങ്ങളുടെ കാലഘട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലും സുവിശേഷം എത്തിച്ചേരണമെന്നുള്ളത് ദൈവത്തിന്റെ പ്രത്യേകമായ അഭിലാഷമാണ്. അനേക സ്ഥലങ്ങളിൽ ജ്ഞാനങ്ങൾ കൺവെൻഷനുകളൊക്കെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനങ്ങളൊക്കെ പോയി ജ്ഞാനം കൂടി വചനം കേട്ടു കുറെയൊക്കെ ആശങ്കയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്ക് അവസാനം എന്താണ്? നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? ദൈവത്തിന്റെ ദൈവം ആരാണ്? ദൈവം ഓരോരുത്തർക്കും എന്ത് അഭിലഷിക്കുന്നു? ദൈവത്തിന്റെ ഈ അഭിലാഷത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യത്തെ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇതെന്നുള്ള നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോവുകയാണ്. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അല്ലെങ്കിൽ വീട് പോവുകയാണ്, നശിച്ചു പോവുകയാണ്, തകർന്നു പോവുകയാണ്. വീണ്ടും പാപത്തിലേക്ക് ഞാനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, കൺവെൻഷനുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വീണ്ടും നമ്മൾ വിദ്യാഭ്യാസത്തിൽ വൈരാഗ്യത്തിൽ താമസിച്ചുള്ള കൂടി പഴയ ജീവിതത്തിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായിരിക്കും നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഓരോ ദിവസവും ആത്മാവിൽ വളരണം, കൃപയിലും ഈശോയെ പറ്റിയുള്ള മാർഗിലും വളരണം. അങ്ങനെ വളരെയുള്ള പ്രവർത്തനമായിട്ട് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. 2 പത്രോസ് ബൈബിളിലുള്ള ഒരാൾ വായിച്ച് പ്രത്യേകമായ ശ്രേഷ്ഠമായ വചനമാണ്. 2 പത്രോസ് വായിച്ചു നോക്കാം. ബൈബിൾ വായനയുണ്ടെങ്കിൽ അതിനോട്ട് വായിച്ചു ആൾക്കാർക്ക് ജ്ഞാനങ്ങൾ നടന്നുകൊണ്ടാവുന്നത് അവരുടെ ആദ്യമായിട്ട് വളരെ അനുഭവങ്ങളെ നേരത്തെ ജ്ഞാനങ്ങൾ നടന്നുകൊണ്ടാവുന്നത് ജ്ഞാനം കൂടിയല്ല. ബൈബിളിൽ നോക്കി 2 പത്രോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും കൃപയിലും വളരണം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള കൃപയിൽ
ജ്ഞാനത്തിൽ നമ്മൾ വളരെ ഇത് രണ്ടെണ്ണം പ്രത്യേകമോ കൃപയും ജ്ഞാനം. ഒരുപക്ഷെ നിങ്ങൾ അത് കേൾക്കുമായിരിക്കും ജ്ഞാനം എന്നൊക്കെ അല്ലെങ്കിൽ കൃപയെന്നൊക്കെ. ഒരുപക്ഷെ നമ്മളെ കാര്യങ്ങൾ വാസ്തുതി കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ യുവയായിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വായിക്കുക. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 16 മുതൽ 21 വാക്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 16 മുതൽ 21 വാക്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാനും ചിന്തിക്കാനും ഒരു സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ കാണുന്നു. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പൗലോസും സീലാസും പത്രോസിയായൊക്കെ ആ നിയമ അപ്പസ്തോലന്മാരുടെ കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ദൈവവചനം പ്രസംഗിച്ചിരുന്നു, യേശുവിന്റെ വചനം പ്രസംഗിച്ചിരുന്നു. വളരെ അവർക്കൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു ഈ വിധി എന്താണ് പറയുന്നത്, ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ആൾക്കാരെല്ലാം എഴുതുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ വളരെ രസമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 16 മുതൽ 21 വരെ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം വിശ്വാസികൾ പോലും എതിർത്തു, ഭക്തരായ ആൾക്കാർ എതിർത്തു. ഓരോരുത്തരാണ് പറഞ്ഞ സത്യമുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യം അറിയുന്നത് ബൈബിളിലെ എല്ലാ വചനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒന്നുപോലും തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. ഓരോരുത്തരായും പത്രോത്തിയായും എല്ലാം പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഓരോന്നും നമ്മൾ കേൾക്കണം. അപ്പോൾ അതേ കാര്യം ഈ വ്യക്തി എത്രയാണ് സാധിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലോ എന്നെല്ലാം പറഞ്ഞ ഒരു വഴിയാണ്. പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനുള്ള സമയം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറ്റം ഇത് തീർന്നതിനും 2010 ആകുമ്പോഴേക്കും കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങളും അറിയാമെന്നെല്ലാം പ്രവർത്തിക്കും. നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കും. അതിനുള്ള അവസരമായിരിക്കാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരിക. ഇതെല്ലാം സത്യമാണെന്ന് അറിയണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 11-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 11-ാം വാക്യം. അവരിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അറിയുവാൻ വിശുദ്ധ ലിഖിതങ്ങൾ അവർ അനുദിനം പരിശോധിച്ചു. അപ്പസ്തോലന്മാരെ പ്രഘോഷിച്ച ഓരോ വചനവും സത്യമായി അറിയണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ അനുദിനം പരിശോധിക്കുന്ന വ്യക്തികളാണ് നമ്മൾ മാറണം. നമുക്ക് ബൈബിൾ തിരിച്ചു നോക്കാം. നമ്മൾ അനുദിനം ബൈബിൾ വായിക്കുന്നവരാണോ, അനുദിനം പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയെ ചിന്തിക്കാനായിട്ട് നിരക്കിടുന്ന വ്യക്തികളാണോ നമ്മൾ? ഒരുപക്ഷെ നമുക്കതൊന്നും സമയമില്ലായിരിക്കും. കാരണം ഈ ആധിക മനുഷ്യർക്ക് ഒന്നിനു തന്നെ സമയമില്ല. എല്ലാവരും നിരക്കിട്ടുള്ള ജീവിതത്തിന് ഓടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ സത്യമാണെന്ന് അറിയണമെങ്കിൽ വിശദീകരണമല്ല നമ്മൾ പരിശോധിച്ചു നോക്കണം. ബൈബിൾ ഗ്രഹിക്കാൻ പറ്റാത്തത് ധ്യാനം കൂടിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ പറ്റാത്തതിന്റെ 2-3 ആത്മീയ വശങ്ങൾ നമുക്ക് ബൈബിളിനെ അതാണ് ചിന്തിച്ചു നോക്കാം. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം വിശദീകരണം ഗ്രഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈ ലോകത്തിന്റെ ദേവനായ പിശാച് എല്ലാ മനുഷ്യരുടെയും ബുദ്ധിയെയും മനസ്സിനെയും അന്ധമാക്കിയിരിക്കുന്നത് ആത്മീയ സത്യമാണ്. ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള, വിശ്വസിക്കാൻ പ്രയാസമുള്ള, ബുദ്ധി തലത്തിൽ മാത്രം ചിന്തിക്കുകയും ബൈബിൾ കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഒന്നാലും ഓർക്ക ബൈബിളിലുള്ള ബുദ്ധിയുടെ അതി കാണാനായിട്ടോ ഒന്നും ഉള്ളതല്ല. എലവയോടെ കണ്ണു വളർത്തി വിശ്വസിച്ച് ഈശോയെ പൂർണ്ണമായിട്ടും ആശ്രയം അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കാനായിട്ടുള്ളതാണ് വിശുദ്ധ ജീവിതത്തിലെ ഓരോ വചനങ്ങളും. 2 കൊറിന്തോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 2 കൊറിന്തോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ സുവിശേഷം നിഗൂഢമായിരിക്കുന്നതിൽ അത് നാശത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. നമുക്ക് ഈ സുവിശേഷത്തെ നിഗൂഢമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വെറും വിഡിതമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് സുവിശേഷം നിഗൂഢമായിട്ട് അനുഭവപ്പെടുക നാശത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ലോകത്തിന്റെ ദേവനായ പിശാച് അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സത്യം ദൈവം പഠിപ്പിക്കുകയാണ്. കാരണം ഈ ലോകത്തിന്റെ ദേവൻ പിശാച് എല്ലാവരുടെയും ബുദ്ധിയെയും മനസ്സിനെയും അന്ധമാക്കിയിരിക്കുന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത നഗ്നസത്യമാണ്. സകല മനുഷ്യരെയും അന്ധമാക്കിയിരിക്കുകയാണ്. അവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങളും, ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ലൂക്കാസ് 8:12, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഈശോ തന്നെ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞ ഈശോ പറഞ്ഞതാണ് ആ വ്യക്തികളുടെ കുടുംബം പറഞ്ഞുകൊണ്ട് വായിച്ചുള്ളതാണ്. ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെ വാക്യം. സകലർക്കും അറിയാവുന്ന, എല്ലാ ക്രിസ്ത്യാനിക്കും അറിയാവുന്ന കൂടെയാണ്. എല്ലാ വിദ്വാനായിട്ടുള്ള പണി നമുക്ക് വായിക്കാവുന്നതാണ്. അവിടെ വിത്ത് 3 സ്ഥലത്തിലൂടെ പറയുന്നു. വഴിയിലേക്ക് വീഴും, പാറപ്പുറത്ത് വീഴും, മുള്ളുകളുടെ ഇടയിലേക്ക് വീഴും, നല്ല സ്ഥലത്ത് വിത്ത് വീഴും. ഇങ്ങനെ ഈശോ സത്യമായി പറയുകയും എന്നിട്ട് ഈശോ ആ പൂർണ്ണ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഉടനെ പറഞ്ഞത്
അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. ഉപഭാഗങ്ങൾ വ്യാഖ്യാനം ഗ്രഹിക്കാനായിട്ട് പറ്റി. അവിടെ എനിക്ക് ചോദിക്കുന്നത്, ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ നിങ്ങൾ? ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ നിങ്ങൾ? പുറത്തുള്ള എല്ലാവർക്കും അത് പൂർവ്വതയോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കാകട്ടെ അത് വ്യാഖ്യാനിക്കാവുന്നവരാണ് വിശ്വാസിക്കുക. പുറത്തുള്ളവർക്കെല്ലാം അത് ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ കണ്ടിട്ട് കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചുമായിരുന്നു, കേട്ടിട്ടും കേൾക്കാതിരിക്കാൻ ചെവികൾ അടച്ചു വന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ 12 മുതൽ 17 വരെ വാക്യങ്ങൾ. മത്തായി 13 12 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇപ്പോൾ നമുക്ക് അതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരും. പുറത്തുള്ളവർക്കാകട്ടെ അതെല്ലാം ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. കാരണം കണ്ടാലും ഗ്രഹിക്കാൻ കേൾക്കാനും മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾക്ക് പലപ്പോഴും അങ്ങനെയാണ്. ഇതൊക്കെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ച് തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈശോ ആ ഉപമാന സത്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ആദ്യം ഈശോ പറഞ്ഞതാണ് ഈ വഴിയെ കുറിച്ച് പറഞ്ഞു. ചില പലരെ കേൾക്കും, അപ്പോൾ തന്നെ പിതാവ് വന്ന് അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവര് വിലക്കപ്പെട്ട വചനം നീക്കം ചെയ്യും. ചിലര് വചനം ശ്രമിക്കും, പക്ഷെ അവർ വിശ്വസിക്കരുത്, സ്വീകരിക്കരുത്. അതിനുവേണ്ടി അവർ വിലക്കപ്പെട്ട വചനം പിതാവ് അപ്പോൾ തന്നെ നീക്കിക്കും. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഈശോനെ വചനം അവിടെയുള്ള വചനം കിടപ്പിച്ച് ഭയങ്ങളോട് പോകും. വചനം കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, ക്ഷീണത്തിലേ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം. എനിക്കിത് ഇത് വായിക്കുന്നില്ല, ഓട്ടം വരുന്നു, ക്ഷീണം വരുന്നു, ദേഷ്യം തോന്നുന്നു, അസ്വസ്ഥത വരുന്നു, ഇങ്ങനെ വളരെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്നതാണ് തീർച്ചയാണ്. അതുപോലെ ടിവിയുടെ പ്രതി പോയിരിക്കാലോ, സിനിമാധ്യത്തിൽ പോയി നമ്മൾ ടിവിയെ തോന്നുകൊണ്ട് വൈകുന്നേരം രാവിലെ വൈകുന്നേരം ഇരിക്കാനുള്ള പ്രയാസം ആർക്കും പ്രയാസം ഉണ്ടാകില്ല. ലാഭമില്ല, ക്ഷീണമൊന്നും ഉണ്ടാകില്ല. നമ്മളിങ്ങനെ വൈകി. അപ്പൊ ഈ അസ്വസ്ഥയൊക്കെ വരുന്ന കാരണം നമ്മളെപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന്. നമ്മൾ ആരോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉത്സാഹത്തോട് വരാൻ സാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് പ്രത്യേകമായ അനുഗ്രഹമാണ്, കൃപയാണ്, വിളിയാണ്. ആയിരം കൊണ്ട് കടന്നു വരാമായിരുന്നു, പക്ഷെ കടന്നു വരിക വന്നിട്ട് തിരിച്ചു പോകും. പലരും ഇതെല്ലാം കാര്യമാണ്, ആരെ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന വലിയൊരു പ്രത്യേക ഒരു തെറ്റുള്ള സത്യമാണ്. പക്ഷെ കേൾക്കുമ്പോൾ തന്നെ എടുത്തു പറയുമ്പോൾ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. വചനങ്ങളും ഫലം പ്രവർത്തിക്കുക. ഒരൊറ്റ വചനം മതി ഒരു വ്യക്തിയെ സുഖപ്പെടുത്താനാണ്. ഒറ്റ വചനം മതി. ഏറ്റവും വലിയ ഒരു ഭാവിയായിരുന്നു അകറ്റ് ഈ സാഹചര്യത്തിൽ വളരെയധികം ചെറിയ ഭാഗങ്ങൾക്ക് അരിയായ വ്യക്തി റോമാ ലേഖനം, റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായത്തിലെ 13-14 വാക്യങ്ങൾ. റോമാ 13-14 ആ ഒറ്റ വചനത്തിലൂടെ ഏറ്റവും വലിയ വിശുദ്ധനായിട്ട് ദൈവങ്ങളെയാണ്. ആ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഭേദിച്ചു, മാനസാന്തത്തിന്റെ കൃപ പോഷിച്ചു. ഫ്രാൻസിസ് അസീസി വലിയ വിശുദ്ധനാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ ഒറ്റ വാക്യത്തിലൂടെ ആ വ്യക്തി മനസ്സ് തിരിഞ്ഞ് ഈശോയുടെ വലിയ വിശുദ്ധനായിരുന്നു. ലോകം മുഴുവൻ കഴിയാൻ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം ഒറ്റ വചനം. ഇന്ന് ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ഒക്കെ ഇതുപോലെ ഒരൊറ്റ വചനം നമ്മുടെ ഹൃദയത്തെ അകർത്ത് നമ്മളെ പുതിയ വ്യക്തികളാക്കി മാറ്റാൻ അവസരങ്ങൾ. അവിടെ നമ്മൾ ശ്രദ്ധയോടെ കയലോടെ ഇരുന്നാൽ ദൈവങ്ങളെ ഒരു വചനം മതി നമ്മളെ സൗഖ്യമാക്കാനായിട്ട്. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും വചനം കഴിക്കാൻ പറ്റാത്തൊരു കാലത്താണ് പിതാവ് വന്ന് വചനം എടുത്തു കളയുന്നു കേൾക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ നമ്മളെല്ലാം വൃത്തി മനസ്സൊക്കെ അന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഗ്രഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇനി വേറൊരു സത്യം ഈശോ പറയുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 37 മുതൽ 40 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 37 മുതൽ 40 വരെ വാക്യങ്ങൾ. നിങ്ങൾ അവിടുത്തെ രൂപം കണ്ടിട്ടില്ല, അവിടുത്തെ സ്വരം കേട്ടിട്ടുമില്ല. ഈശോ പറയുക, പിതാവായ ദൈവത്തിന്റെ രൂപം കണ്ടിട്ടില്ല, സ്വരം കേട്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവരെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വർദ്ധിക്കുന്നില്ല. പിതാവായ ദൈവം അയച്ച തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കാതെ പഠിച്ചു നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വർദ്ധിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ എന്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. നമ്മുടെ വിശുദ്ധങ്ങൾ പഠിക്കുന്നത് നിത്യജീവൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ യഥാർത്ഥമായ ഒരു ജീവൻ നമുക്കുണ്ടാകാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് ചെല്ലാൻ വിസമ്മതിച്ച് മാറുകയാണ്. അതുകൊണ്ട് യേശുവിന്റെ വചനം നമ്മളിൽ വർദ്ധിക്കുന്നില്ല. ഇതൊക്കെ കഥാപാത്രം ഏറ്റവും സത്യമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-10 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-10 വാക്യങ്ങൾ. നമുക്ക് പാപമൊന്നുമില്ല, നമ്മളെ നീതിക്കപ്പെട്ട വ്യക്തിയാണ് മാത്രം അഭിമാനങ്ങളും ജീവിക്കുകയാണ് പലപ്പോഴും. ഞാൻ കഥാവിനൊരു ഭാവിയാണെന്ന് ഏറ്റു പറയാൻ മനസ്സില്ലാതെ പാപമോളം ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ്
അതുകൊണ്ട് യേശുവിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന് യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36 മുതൽ 38 വരെ വാക്യങ്ങളിൽ നമ്മൾ വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾ സ്വന്തനാക്കി ജീവിതം ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വന്തനാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പുത്രൻ സ്വതന്ത്രനാക്കിയാൽ നമുക്ക് ഇതിനകത്ത് സ്വതന്ത്രനാകാൻ പറ്റും. നിങ്ങൾ ആകെ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ അനുസരിക്കാൻ മനസ്സില്ല. ഇതാണ് ഇഷ്ടം. നമ്മളാകട്ടെ നമ്മുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നു. ആരാണ് നമ്മുടെ ഇഷ്ടം പറയുന്നത്? ആരാ ഇഷ്ടം പറയുന്നത്? അങ്ങനെയാ കാര്യങ്ങൾ. നിങ്ങളാകെ നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം നിങ്ങൾ അനുസരിക്കുന്നത് എന്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ മനസ്സില്ല. ഈശോ പ്രാർത്ഥിച്ചതാണ്. ഈശോ പ്രാർത്ഥിച്ചതാണ് അവരുടെ ഇഷ്ടം നിറവേറണമെന്നാണ്. പിതാവിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഈശോ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 42-ാമത്തെ വാക്യം. ലൂക്കാ 22-ാമത്തെ ഇഷ്ടം പരിശുദ്ധ കന്യാമറിയെ പ്രാർത്ഥിച്ചു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. കർത്താവിന്റെ ദാസൻ നിന്റെ വരത്തിന്റെ നിറവേറട്ടെ. ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. യോഹന്നാൻ 6:9 ഞാൻ വന്നിരിക്കുന്ന എന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണ് നിറവേറ്റേണ്ടത് തന്നെയാണ്. എന്റെയും നിങ്ങളെയും ജനത്തിന്റെ ഇഷ്ടം എന്റെയും നിങ്ങളെ ഓണങ്ങളുമായല്ല നമ്മൾ ജീവിക്കുന്നത്. എന്നെയോ ദൈവം ദൈവത്തെ നിറവേറ്റുന്ന വ്യക്തികളായിട്ടുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ കണ്ടിട്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റണം. നമ്മളാരും അത് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധീകരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇനി യമാനത്തിലേക്ക് വഹിക്കുന്ന സംഭവം നോക്കുകയാണ്. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചു, യേശുവിനെ സംസ്കരിച്ചു, ഈശോ ഉയർത്തെഴുന്നേൽക്കുകയും. യേശുവിന്റെ 2 ശിഷ്യന്മാരെ എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയാണ്. പോയ വഴിക്ക് അവർ യേശുവിന്റെ വിടാത്തവരെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും എല്ലാം സംസാരിച്ചു പോവുകയാണ്. യേശു വലിയ പ്രവാചകനായിരുന്നു. അവരെ ഒരിക്കലും മരിക്കുകയാണെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷെ അങ്ങനെ ഓർപ്പിച്ചിട്ട് 3 ദിവസമായിട്ട് നിരാശരായിട്ട് മ്ലാനവദനായിട്ട് പോയി നമ്മൾ കാണുന്നു. അവരുടെ മുഖമൊക്കെ മ്ലാനമായിരുന്നു. നിരാശപ്പെട്ട വ്യക്തികൾ. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഈശോയും ആ വ്യക്തികളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. വളരെയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്നാണ് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയിരുന്നത്. ഇവരുടെ കൂടെ വർത്തമാനമായ കൂടെ നടന്ന ഈശോയെ തിരിച്ചറിയാനായിട്ട് ശിഷ്യന്മാർക്ക് പറ്റിയില്ല. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ലൂക്കാ 24:16 അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് വായിക്കും. കൂടെ യാത്ര ചെയ്യാൻ ഈശോയെ തിരിച്ചറിയാൻ കഴിയാതെയോ ആ ശിഷ്യന്മാരുടെ കണ്ണുകൾ പോലും എന്താ വരുന്നത്? കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. നമ്മുടെ കൂടെ ഈശോ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, വിശുദ്ധകുമാരൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈശോ ആരാണ് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്ന ആത്മീയ അന്ധത ബാധിച്ച ആത്മീയ അന്ധന്മാരാണ് ഉള്ളവരെയാണ്. കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്തോസ് 3-ാം അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങൾ. 2 കൊരിന്തോസ് 3-ാം അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഒരുവരെ പറ്റി പഠിക്കുന്നു. മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം ഒരു ഭൂരിപക്ഷം ഇന്നും അവശേഷിക്കുന്നു. നമുക്കെല്ലാവരും ഭൂരിപക്ഷം അവശേഷിക്കുന്നു. മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു വല്ലാത്ത ഭൂരിപക്ഷം നമ്മൾ അവശേഷിക്കുകയും ഈ മുഖം വായിക്കുന്ന ഭൂരിപക്ഷം ഇവരുടെ ഭൂരിപക്ഷം ഇങ്ങനെ കിടക്കുകയാണ്. പ്രത്യേകിച്ച് മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോൾ. എന്നാൽ ആരെങ്കിലും കർത്താവായി യേശുവിലേക്ക് തിരിയുമ്പോൾ ആ ഭൂരിപക്ഷം നീക്കപ്പെടുന്നു. നമ്മൾ ആരെങ്കിലും യേശുവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശുവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ നമ്മൾ സ്വതന്ത്രരായിട്ട് മാറുന്നു. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്നതുപോലെ മൂടുപടം അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നമ്മളെല്ലാവരും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ ദൈവത്തിന്റെ ദാനമാണ്. മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ട്. കഠിനമായ 2 കൊരിന്തോസ് 3:15 വരെ നമ്മുടെ പലരും കാര്യമല്ല. മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം ഇപ്പോഴും ഒരു മൂടുപടം അവശേഷിക്കുന്നു. അവിടെ പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ വല്ലാത്ത മൂടുപടം കഴിക്കാൻ പറ്റുന്നില്ല. ചെറുക്കാരടുത്താണ് ചോദിക്കുന്നത്. പഴയ നിയമം വന്നിരിക്കും, പുതിയ നിയമത്തിൽ വേറെ പറഞ്ഞിരിക്കുന്നു. പിതാവായ ഒന്ന് പറഞ്ഞേക്കും, മോശ വേറെ പറഞ്ഞേക്കും, യേശു ഒന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് ഗ്രഹിച്ചത് എങ്ങനെയാണ്? എല്ലാം അർത്ഥം ആദ്യപ്പെടുന്നല്ലോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ ഒരു ചോദ്യമുണ്ടാവും. ഇതെങ്ങനെയാണ് ഗ്രഹിക്കാൻ സാധിക്കുക?
സാധിക്കില്ല. നമ്മുടെ 15:5 അപ്പൊ ഇത് വചനം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനമാണ്, ഭയപ്പെടണം, വിറയ്ക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ഏറ്റവും കൃപയില്ലാതെ ഒരിക്കലും സാധിക്കുക. അപ്പോൾ ഓരോരുത്തരെ വായിക്കുന്നതാണ് ആ ഒരു മുഴുവൻ അവതരിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഈശോയോട് തിരിയുമ്പോൾ ഈ മുഴുവൻ നീക്കപ്പെടുന്നു. യേശുവിലേക്ക് ഞാൻ നിങ്ങൾ തിരിയുക എന്നുള്ളതിന്റെ അർത്ഥം, യേശുവിനെ ഞാൻ നിങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതിന്റെ അർത്ഥം, ബാലൻ സാധനപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു ശിശുവിനെ പോലെ രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കാണുന്നത് 1-10-1-26, 27 വാക്യങ്ങൾ, 21, 26, 27 വചനങ്ങളില് ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മളെ സൃഷ്ടിക്കുകയാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ ഛായയിൽ. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥമായ ഛായ എന്താണെന്ന് നമുക്കറിയാമോ? ദൈവത്തിന്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അതേ രൂപത്തിൽ വളർന്ന് സൃഷ്ടിക്കുന്നതാണ്. ദൈവികമായ ചൈതന്യത്താൽ ദൈവികമായ സാദൃശ്യം നമ്മൾ നിരൂപിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയോടുകൂടി, ദൈവത്തിന്റെ ആത്മാവോടുകൂടി നമ്മളെ സൃഷ്ടിക്കുന്നതാണ് സത്യം. കാരണം എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം 22-24 വാക്യങ്ങളിൽ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും. ഓരോരുത്തരായാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യം എന്താണ്. ദൈവത്തിന്റെ ഛായയെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏത് ഛായയാണെന്ന് പറയുന്നത്? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഞാനും നിങ്ങളും ദൈവത്തിന് പറയാതെ എന്ന്. അല്ലാതെ നമുക്ക് ഒരിക്കലൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ ആ ഛായ സ്വന്തമാക്കുമ്പോൾ, ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, യേശുവിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടും. കർത്താവിന്റെ രക്ഷിതാക്കളാവ് വരുമ്പോൾ നമ്മൾ പാപത്തിലേക്കിടുന്നു, പാപത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു, ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, രോഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു, ഭയത്തിൽ നിന്നും ഉൾപ്പെടെയിൽ നിന്നും എല്ലാം നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. സ്വതന്ത്രരായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസ്ഥ സാഹചര്യം പറയുന്നതാണ്. എന്തെങ്കിലും ബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോഴാണ് ആ അവസ്ഥയ്ക്കാണ് അടിമത്തം എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത എവിടെയോ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഒരു പ്രതീതി, ഒരു അനുഭവം, അതാണ് അടിമത്തം. നമ്മുടെ കാലാകാലത്തും ഒരു വ്യക്തിക്കകത്തും നമ്മളെ പിടിച്ച് അടിമകളാക്കിയിട്ടില്ലെങ്കിലും ആത്മീയമായ അടിമത്തം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ആത്മീയമായ അടിമത്തം, പാപത്തിൻ്റെതായ അടിമത്തം എന്തോ നമ്മളെ കെട്ടിയിരിക്കുന്നു. ഈശോയെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്വന്തം സഹോദരങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക വിലകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തിൻ്റെതായ ചങ്ങല. എന്നാൽ യേശുവിലേക്ക് തിരിയുമ്പോൾ അത് ജയിക്കപ്പെടും, അതെല്ലാം മാറി ഒരു പുതിയ കാര്യം നമുക്ക് ലഭിക്കും. ഇവിടെ ശിശുമാരെയൊക്കെ കണ്ണുകളിൽ മൂടപ്പെട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. ഈശോ ചോദിക്കുന്നുണ്ട് ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 25-ാമത്തെ വാക്യം. ലൂക്കാസ് 24-25 ദോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ആരോ ഈശോ ശിശുമാരെ ആണോ? അല്ല, ഈ ഭൂമിയിലൂടെ എല്ലാ മനുഷ്യരും നോക്കിയാ പറഞ്ഞത്. എന്റെ നിങ്ങളെ പോലുള്ള എന്നല്ല പറഞ്ഞതോ ദോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഇവിടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. അതിന് കാരണമുണ്ട്. ജെറമ്യാ പറയുന്നു, ജെറമ്യാ 17:9, ജെറമ്യാ 17:9 ഏറ്റവും വലിയ പ്രേക്ഷ വസ്തു, അശുദ്ധ വസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. മനുഷ്യന്റെ ഹൃദയം ഈ ഭൂമിയിൽ എത്രയും അടുത്ത് ജീവിതത്തിൽ വസ്തു വരെ കിട്ടാൻ ജെറമ്യാ 17:9 ഈശോ പറയുകയാണ് ഹൃദയം വാക്യത്തിലെ മനുഷ്യന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. മലയാളത്തെ നിരത്തി അപ്പൊ നമ്മുടെ ഹൃദയമാകുന്ന പരിശുദ്ധ വാചകം കൊണ്ട് ഉഴുതു മറയ്ക്ക് ഈശോയെ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയായിരിക്കും. നമ്മുടെ വളരെ കേട്ടോണ്ടിരിക്കുന്ന ഈ വീണ്ടും പോലും ലൂക്കാസ് സുവിശേഷം 21-34 വാക്യം. ലൂക്കാസ് 21-34 സുഖബോധങ്ങൾ, സമ്പത്ത്, ജീവിതവിഗ്രഹ, മധ്യാസക്തി എന്നിവ ദുർബലമാണ്. ജീവിത വിഗ്രഹ, സുഖലോലുത, മധ്യാസക്തി എന്നിവ മനസ്സ് ദുർബലമാകും. ആ ദിവസം കെണി പോകാൻ നിങ്ങളെ പഠിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. പരീക്ഷ പറയുകയാണ് പത്രോസിഹായുടെ 1:3-15 വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും ദൈവവും നാഥനുമായി ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് നീ പൂജിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ രക്ഷകനും നാഥനും ദൈവവുമായി നീ പൂജിക്കുക. നീ ഒരു ശുദ്ധ മനസാക്ഷിയുള്ള വ്യക്തിയായി മാറുക.
ഇതാണ് കർത്താവ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കണം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഹൃദയം നമുക്ക് വേണം. ലൂക്ക 8:15 വചനം കേട്ട് 100 പേരെയും 60 പേരെയും 30 പേരെയും ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികൾ നിർമ്മലവും വൃക്കത്വമായ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് കാത്തിരുന്ന് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാണ്. ഇതാണ് യഥാർത്ഥ നിർമ്മലവും വൃക്കത്വമായ ഒരു ഹൃദയം സ്വന്തമായി ജീവിക്കണം. കർത്താവിന്റെ കൃപ സാധിക്കുകയില്ല. മാനസാന്തരപ്പെടാതെ നല്ല ഹൃദയത്തിൽ മാനസാന്തരപ്പെട്ട നല്ല ഹൃദയത്തിൽ വചനം ഇളയോടുകൂടി സ്വീകരിച്ച് കാത്തിരുന്ന് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചെങ്കിൽ അതാണ് ദൈവത്തിന്റെയും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഈ തൊഴിൽ ചെയ്യുന്നത് അതിനെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വചനം ഏറ്റവും വിനയങ്ങളും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഈ പോലെ നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴെല്ലാം തുറന്നു തരണം. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടക്കിയ ഈ 3/4 മണിക്കൂർ സമയം നമ്മുടെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുക. നമ്മൾ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെ? ഇവരെല്ലാം പറയാം വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെ? ദൈവം പറഞ്ഞ് മേടിക്കുന്നുണ്ടോ? മല കഴിയുമ്പോൾ മേടിച്ചു വന്നിരിക്കുന്നു. ആദ്യമായി മലം ആത്മാവിന്റെ രണ്ടാമത് ഇവിടെ വിളക്കിയെന്ന് പറഞ്ഞാൽ നല്ല പേടിച്ചായിരിക്കും. ആ പേടി എന്നോട് ഉദ്ദേശിക്കുക ആത്മാവിനുള്ള ഭയം. നിങ്ങൾ സ്വന്തമായിട്ടിരിക്കും. എന്ത് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി. അതിനെ വിശ്വാസമോ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്ന് മാത്രമുണ്ടാകും. ഒറ്റ വഴി അതിന് വിശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ കേൾക്കണം. കേൾക്കണം കേൾക്കണം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളും അതുപോലെ മതപ്രസംഗങ്ങളും ഒന്നും കേട്ടാൽ വിശ്വാസം ഉണ്ടാകുന്നില്ല. യേശു ക്രിസ്തുവിനെ പറ്റി തന്നെ കേൾക്കണം. എങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വളരെടുക്കണം. അല്ലാതെ വിശ്വാസം ഉണ്ടാകാൻ ഒരു മാർഗമില്ല. നമ്മൾ ഈ വേണ്ടാത്ത പ്രസംഗങ്ങളെല്ലാം കേൾക്കാൻ പോകുന്നതാണ് നമ്മുടെ വിശ്വാസം വ്യതിരിച്ചു പോകുന്നത്. നമ്മൾ ആരെങ്കിലും മതത്തിലൂടെ നല്ല കേൾക്കാൻ പോകും. അവരുടെ പ്രസംഗം കേൾക്കാൻ പോകും, മുസ്ലിംമാരുടെ പ്രസംഗം കേൾക്കാൻ പോകും, അവരെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ പോകും, എല്ലാം കേൾക്കാൻ പോകും. പള്ളിയിൽ വന്ന വിഷ്ണുമാരെ സംബന്ധിച്ചും അസുഖം പ്രസംഗം കേൾക്കും. അവരുടെ കുറിച്ച് കേൾക്കും. ഇതെല്ലാം കേട്ട് അവസാനം നമ്മുടെ ബുദ്ധി ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ ചോദ്യം ചെയ്തിട്ടാണ് കത്തിക്കാൻ തുടങ്ങും. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനായിട്ട് പ്രയാസം വരും. അവിടെ യേശുവിനെ പറ്റി മാത്രമേ അറിയാൻ പാടുള്ളൂ. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി ആധ്യാത്മിക ജീവിതം നമ്മളിൽ ഉണ്ടാകാൻ കൃപയിൽ വളരുവാൻ യേശുവിന്റെ ആത്മാവിൽ നിറയുവാനൊക്കെ വേണ്ടി ഞാൻ നിങ്ങൾ ഈശോയെ പറ്റി മാത്രമേ കേൾക്കാവൂ എന്ന് തീരുമാനമെടുക്കണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. ഇനി ഈശോയെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. ഭൗതികമായിരിക്കും. ഈശോയുടെ അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനവും ഉപയോഗിക്കാൻ ലഭിച്ചത്. ഭൗതികമായിരിക്കും. നമുക്ക് ഞാൻ ലഭിക്കണമെങ്കിൽ ഈശോയെ പറ്റി മാത്രം അറിയാവുള്ളൂ. ആരാണ് ഈശോ? ഈശോ ആരാണ്? ഈശോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദൈവം ഈശോ അല്ലെ? പ്രബന്ധം പോകുമ്പോൾ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ എല്ലാ ദൈവം ഈശോ ദൈവകാരമുണ്ട്. മുസ്ലിം ദൈവമാണ്. അങ്ങനെ കാഴ്ചപ്പാടാണ് പൊതുവെ. അല്ലെങ്കിൽ ഇവർ ഒഴിയാൻ വലിയ അർത്ഥം നമ്മൾ പലപ്പോഴും കൊടുത്ത് ഈശോ ആരാണെന്നും ഈശോയുടെ ശക്തി എന്താണെന്ന് നോക്കുന്നത് ഒരു തത്വമായോ എവിടെ എന്നെ ഈ ലോകം മുഴുവനെയും വിശ്വാസം യേശുവിനെ ഏറ്റു പറയുക, യേശുവിനെ കർത്താവ് യേശുവിനെ നാമമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പത്തോടെ പ്രവർത്തനം മറ്റൊരുവനും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിലെ ക്രിസ്ത്യാനികൾക്ക് തന്നെ വന്നിരിക്കുന്നത് ആകാശത്തിന്റെ കീഴിലെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും ഇല്ല. യേശുവിന്റെ നാമം അല്ലാതെ നമ്മൾ കർത്താവിന്റെ ശരീരത്തോടെ വെക്കുന്നത് നിലയിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിലെങ്കിലും ഈ സത്യം പറയുന്നവരെ വിശ്വസിക്കാനും ഏറ്റു പറയാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കണം. ഇന്ന് ഈശോയെ അല്ലെങ്കിൽ ഏറ്റു പറയുന്നത് ഈശോയെ ഏറ്റുപറയാൻ വിശ്വസിക്കണം. ആ വിശ്വാസത്തെ നമുക്ക് എല്ലാം ലഭിക്കും. അതിലൊക്കെ കാര്യസാധ്യമൊന്നും നടന്നു വരികയാണ്. ലോകം അപ്പോൾ നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടി വരികയാണ്, ജോലി കിട്ടി വരികയാണ്. ചിലപ്പോൾ ക്ലേശങ്ങളും വീടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ കർത്താവ് അപേക്ഷിക്കുന്നതുമായി ഞാൻ നിങ്ങൾ വിശ്വസിച്ച് വചനത്തിൽ അനുസരിച്ച് ജീവിച്ച് കീടങ്ങളൊക്കെ സഹിച്ച് യേശുവിനെ ബന്ധപ്പെടുത്തി ദൈവ ഭവനത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ്. ദൈവത്തിന് മതത്തിന് വേണ്ടി മാത്രം ജീവിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 30 വരെ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25 വരെ, യോഹന്നാൻ 6:25 മുതൽ 30 വരെ. അവിടെ ഈശോ അപ്പം പഠിപ്പിക്കുന്ന സംഭവം 5 അപ്പം 2 മീൻ വർദ്ധിപ്പിച്ച് അനേകായിരങ്ങൾക്ക് വേണ്ടി വിധിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാം പണ്ട് തൃപ്തരായ മനുഷ്യർ അപ്പത്തിന്റെ രുചി ആദ്യത്തെ മനുഷ്യർ ഈശോ ആയിരിക്കും കറങ്ങി നടക്കുകയാണ്. അനേകം ജനക്കൂട്ടങ്ങൾ 5000 പേരുണ്ടാവും. 5000 പുരുഷന്മാരുണ്ടായിരുന്നു. 5000 പുരുഷന്മാരുണ്ടായിരുന്ന 10,000 ദൈവം ഉണ്ടായി.
ആ ആൾക്കാരൊക്കെ ഈശോയെ അന്വേഷിച്ച് ഇങ്ങനെ കാണി നടന്നു. കടലിൽ കൂടെയൊക്കെ നേരെയാണ് ഈശോ വളരെ കൊണ്ടുപോകുന്നൊക്കെ അന്വേഷിച്ചത്. അവരെ ഈശോയെ കടലിന്റെ മറുകരെ കണ്ടെത്തി. ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കടലിന്റെ മറുകരെ ഈശോയെ കണ്ടെത്തി. ഈശോയെ കണ്ടെത്തി അവരെ ഓടിച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. റബ്ബി അത് എപ്പോഴാണ് ഇവിടെ എത്തിയത് വലിയ സന്തോഷത്തോടെ ചോദിച്ചു. കാരണം അപ്പം വീണ്ടും അപ്പം ഭക്ഷിക്കണം, അവരുടെ രസപ്പെടാ പോകണം, അവർ ധാരാളം അപ്പം കിട്ടണം, അത് മാത്രം കാത്തിരുന്നു. അവിടെ ഈശോ പറഞ്ഞ വല്ല പാടെ യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ എന്ന നിത്യജീവനെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി എല്ലാ കാലഘട്ടത്തിലും വ്യക്തികൾക്കുമുള്ള ഈ പ്രത്യേകിച്ച് നമ്മളെ തന്നെ അല്ലെങ്കിൽ കൂടി ആദ്യമായിട്ട് ഈശോ പ്രത്യേകമായി വിളിയും പദ്ധതിയും ആദ്യം ഗവൺമെന്റ് ഈ കാര്യം പറയാൻ അത് വലിയ ഗവൺമെന്റിലൊന്നും അതിൽ ഊന്നലോട് പറയുകയാണ്. എന്നാൽ ഗവൺമെന്റിൽ അത് കൂടി ജ്ഞാനവും കൂടി വിളിക്കപ്പെട്ട് ജനനപ്പെട്ട് വന്നിരിക്കുന്ന നമ്മൾ സത്യം പറയുന്നു. എന്നറിയാമോ? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യത്വം തരുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. ഈ നിത്യജീവന്റെ അപ്പം പറയുന്നത് അതായത് നിത്യം പറയുന്നത് ഈശോവാദ്യം നശ്വരമായ അപ്പത്തിന് അധ്വാനിക്കരുത് എന്ന് പറഞ്ഞാൽ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാതെ നിന്റെ രോഗം പോകണം, അത് പോകണം, ഇത് പോകണം, ജോലി കിട്ടണം, കല്യാണം നടക്കണം, ഇങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കാതെ ഈശോ കാണാൻ തരുന്ന നിത്യജീവൻ എന്ന് പറയുന്ന ഒരു സ്വർഗീയ സമ്മാനമുണ്ട്, സ്വർഗീയ അപ്പുണ്ട്. ഇത് ലഭിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ അധ്വാനിക്കാനായിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്താണ്? നിത്യജീവൻ പറയുന്നത് ഈശോ പറയുന്ന ശരീരം ഭക്ഷിക്കുകയും രക്തം പാലം ചെയ്യുകയും ചെയ്യുന്നത് നിത്യജീവൻ ഉണ്ട്. എന്റെ വളരെ കേട്ടുവാണെങ്കിൽ അവർക്ക് മരിക്കുന്നവർ ജീവൻ നിത്യജീവൻ ലഭിക്കും എന്നൊക്കെ ഈശോ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 57 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ വാക്യം. എന്റെ വളരെ കേൾക്കുവാൻ വലിയ മരിക്കുക ഒരു ജീവനുണ്ട് ഈശോ പറഞ്ഞത്. അങ്ങനെയൊക്കെ എന്താണ് ഈ നിത്യജീവൻ? എന്താ ചെയ്യാം. നമ്മളൊക്കെ വേദം പഠിക്കുന്നവരും കത്തോലിക്കന്മാരൊക്കെ ക്രിസ്ത്യാനികളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നിത്യജീവൻ എന്ന് പറയുന്നത്? എന്താ നിത്യജീവൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഈ കൺവെൻഷൻ കൂടെ ഉദ്ദേശം അത് തന്നെയാണ്. അതിനകത്ത് വളരെ 5 ദിവസം വരപ്പോഷണം ഒറ്റ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തിയും വചനം കേട്ട് നിത്യജീവൻ പ്രാപിക്കും. അല്ലെങ്കിൽ അധ്വാനം കേട്ട് എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു, എന്തിനു വേണ്ടി ജീവിതമായി അർപ്പിക്കപ്പെടുന്നു, എന്തിനു വേണ്ടി യേശു മരിച്ചാടി മുന്നോട്ട് വന്നു. അങ്ങനെ നിത്യജീവൻ പറഞ്ഞതാണ്. അവരെ വേണ്ടി കാര്യം കൈകൊണ്ടു പേടിക്കും വേണം. എന്നോട് നിങ്ങൾ പറയും നമ്മളനുസരിച്ച് ചിന്തിക്കണം. നിത്യജീവൻ ജീവിക്കാം. ഉപരിയായിട്ട് വേണ്ട നിത്യജീവൻ പറഞ്ഞ അർത്ഥം പറയാം. മഴ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അതിന്റെ അർത്ഥം തന്നെ നിത്യജീവൻ ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതം, ഒരിക്കലും മരിക്കാത്തൊരു ജീവിതമാണെന്ന് നമുക്ക് തോന്നുക. പക്ഷെ അതിലേക്ക് നമുക്ക് വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നു. അയാൾ തെറ്റിപ്പോൾ തന്നതാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ തൊഴിലോടെ ജീവനോടെ ഉടനെ പോകുന്നൊരു നാളെയാണ് കുഴപ്പമിരിക്കുന്നത്. പക്ഷെ അതിലേക്ക് വിളിയാതെ ചില കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതറിയാമോ? ഈശോയ്ക്ക് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, യോഹന്നാൻ 3:16 വാക്യം. വേണമെങ്കിൽ ബൈബിളിന്റെ താക്കോൽ വാക്യം എന്ന് തന്നെ പറയാം. ഏറ്റവും ശക്തിയുള്ളതോ യോഹന്നാൻ 3:16 അതിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകാൻ തന്നെ ഏകജാതി നൽകാൻ തക്കോളം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി ഏകജാതി നൽകി. വൈകാതെ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഇതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ തന്റെ ഏകജാതനെ നൽകിയിട്ടുണ്ട്. ആ ഏകജാതനെ സ്വന്തമാകുമെങ്കിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ദൈവപുത്രനെ സ്വന്തമാക്കിയ ഒരു മനുഷ്യന് ജീവനുണ്ട്. ദൈവപുത്രനായ യേശുവിനെ സ്വന്തമാക്കാത്തവരുടെ ജീവൻ ഇല്ല. യേശുവിനെ സ്വന്തമാക്കിയ വ്യക്തി മാത്രമേ ആധ്യാത്മിക ജീവനുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ളൂ. അല്ലാത്തവർക്ക് ജീവനില്ല. അല്ലാത്തവരുടെ ജീവൻ എന്ന് പറയുന്നത് 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ ജീവിക്കുമായിരിക്കും. അതേ അതോടെ അവന്റെ ജീവൻ തീർന്നു. മനുഷ്യരെ പൗടിക്കൂടെ കുഴിക്കൂടെ താഴ്ത്തി കഴിഞ്ഞാൽ ജീവൻ അവിടെ ജീവനുള്ളൂ. പക്ഷെ നമ്മുടെ ജീവൻ ആരംഭിക്കുന്നത്, നമ്മുടെ ജീവൻ കുടിക്കുന്നത്, ഈശോയോട് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത് യേശുവിനെ സ്വന്തമാക്കുമ്പോഴാണ്. അങ്ങനെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യമാണ്. നമ്മളെ പ്രദേശിച്ച് ഇവിടെ കണക്കുകൂട്ടലിന് ഉപരിയായ ഒരു വാക്യമാണ് യോഹന്നാൻ 17:3. ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് നിത്യജീവൻ എന്ന്. നോക്കിക്കോ പറഞ്ഞിട്ടുണ്ട്.
ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങേറ്റ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. എല്ലാവരും പുറകെ പറഞ്ഞേ. യോഹന്നാൻ 17 വാക്യം, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങേറ്റ യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പറയാതെ നമുക്ക് ജീവൻ കിട്ടുന്നു. എടുത്ത് പറയാൻ പോലും നമുക്ക് ജീവൻ ശക്തിയാണെന്ന് പറയാം. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങേറ്റ യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവരെല്ലാം കാണാൻ പഠിക്കണം. ഈ ശക്തിയാണെല്ലാം പറഞ്ഞേ, ഓരോ ഉയർത്തി വിട്ടില്ലെന്ന് പറഞ്ഞേ. ഈ ബന്ധം നിത്യജീവൻ എന്താണ്? ഇതിലേക്ക് മറന്നു പറയും. ആരും ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റാൻ പറ്റും. നിത്യജീവൻ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും. അപ്പം തന്നെ എന്താണ് നിത്യജീവൻ? പച്ചദൈവമായ പിതാവിനെയും അവരുടെ യേശുവിനെയും ഈ അറിവ് എന്ന് പറയുന്നത് നമ്മള് ഈശോയെ വിശ്വസിച്ച് സ്വീകരിച്ച് സ്വന്തമാക്കി ഈശോയിൽ ജീവിക്കുക. അറിയാതെ വെറുതെ ബുദ്ധിയോട് നടത്താൻ അറിയുന്നതല്ല. ഇത് അനേകർക്ക് ബുദ്ധിയോട് നടത്തുന്നതാണോ? അതുകൊണ്ട് തന്നെ ഞാൻ അറിയുന്നു. നമ്മള് ആത്മാവിൽ അറിയണം ഈശോയെ സ്വന്തമാക്കി യേശുവിൽ ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ഈശോ നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും നിത്യജീവന്റെ വാക്കുകൾ. ബൈബിളിലെ ഓരോ വചനങ്ങളും നിത്യജീവന്റെ വചനങ്ങളാണ്. യോഹന്നാൻ 6:13. യോഹന്നാന്റെ സുവിശേഷം 6 വാക്യം, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവാണ്, ജീവനാണ്. ഒരു മനുഷ്യ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ യേശുവിന്റെ വചനങ്ങൾ ആത്മാവാണ്, ജീവനാണ്. യോഹന്നാൻ 6:13. ഏറ്റവും വലിയ ആത്മീയ സത്യമാണ്. ദൈവം വളരെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴൊക്കെ നമ്മുടെ ജീവനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം, ജീവനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ശാസ്ത്രം, ഒരു ശാസ്ത്രം രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആത്മീയമാണ് ഈശ്വരൻ. ആത്മാവാണ് ജീവൻ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ പറഞ്ഞ വാക്കുകളാണ് ആത്മാവ്, ജീവൻ. അവിടെയാണ് യേശുവിന്റെ ഓരോ വചനങ്ങളും അനേകം ജീവൻ കൊടുക്കുന്നതാണ് അവർ കാണുന്നത്. മരിച്ചടക്കിയ ജീവിതത്തെ ലാഭത്തെ യേശു ഉയർത്തുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 11:38 മുതൽ 44 വരെ വായിക്കുമ്പോൾ അവിടെ അടങ്ങി നാളികളുടെ ലാഭത്തെ യേശു എഴുന്നേൽപ്പിച്ച് ഒറ്റ വചനമാണ്. ലാഭത്തെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞ ഈശോയുടെ ഒറ്റ വാക്യമാണ് ആ ലാഭത്തെ ബോധ്യമാക്കിയത്. വീണ്ടും സുവിശേഷം 7 ആ ന്യായത്തിലെ വിധവയുടെ മകനെ സ്വഭാവിക സംഭവം, അത് 8 ഒറ്റ വാക്യമാണ്. യുവാവെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ വചനം. ലൂക്കാസുവിശേഷം 8 വായിക്കുമ്പോൾ അവിടെ കൂടുതലാകുന്നത് ആ വിധവയുടെ മകനെ ഈശോ സൗഖ്യമാക്കുന്നു. എഴുന്നേൽക്കുക, ജീവൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞ പോലെ തന്നെ ജീവൻ കടന്നു വന്ന ജീവമാകുന്നതായിട്ട്. എസെക്കിയേൽ 37 1 മുതൽ 14 വരെ വാക്യങ്ങൾ. എസെക്കിയേൽ 37 1 മുതൽ 14 വരെ വാക്യങ്ങളിൽ അസ്ഥികളുടെ നാഗര എന്ന് പറയുന്ന ശിഷ്യന്മാർ അസ്ഥികളുടെ നാഗര. അവിടെ ആയിരക്കണക്കിന് 10,000 അസ്ഥികൂടങ്ങൾ കൂടിക്കിടക്കുകയാണ്. അവയിൽ ജീവനൊന്നുമില്ല, ദുർജീവമായ അസ്ഥികൂടങ്ങൾ. അവിടെ 2 അർത്ഥം കാണിക്കുകയാണ്. മനുഷ്യനെല്ലാം ജീവനും ശ്വാസവും എല്ലാം ഒഴുകുന്നത്, മനുഷ്യൻ മറ്റേയും മാസവും എല്ലാം നൽകിയിരിക്കുന്നത് ദൈവമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെ പ്രവാചകൻ പറയുകയാണ്, നീ ആ അസ്ഥിയോട് പോയി പ്രവചിക്കുക. പ്രവാചകൻ വിചിത്രമായിട്ടുണ്ട്. ദൈവത്തിന്റെ വല്ലം അല്ലെങ്കിൽ സൂചനവാദം പോയി അസ്ഥിയുടെ താഴെ പ്രവചിക്കാനായി, കൂട്ടിയിട്ടിരിക്കുന്ന അസ്ഥികളോട് പ്രവചിക്കാനായി ദൈവം പറഞ്ഞല്ലേ. പ്രവാചകൻ പോയി അസ്ഥികളോട് ദൈവത്തിന്റെ വല്ലം പറയുക. ഉടനെ ഒരു കൈരാണ ശബ്ദ പ്രവാചകൻ കിട്ടും. നോക്കിയപ്പോൾ അസ്ഥികളെല്ലാം എഴുതിരുന്നു. വചനങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അസ്ഥികളെ എഴുതിരുന്നു. അതിന്റെ പുറത്ത് മാംസവും ചർമ്മവും എല്ലാം വന്നു. മൊത്തം മനുഷ്യനായിട്ട് കിട്ടും. മനുഷ്യനായിട്ട് ഈ അസ്ഥികൂടങ്ങൾ കൂടി ഉറപ്പിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ജീവൻ ഇല്ലായിരുന്നു. ജീവൻ മാത്രമേ ഇല്ലായിരുന്നു. വീണ്ടും ദൈവം പറയുക, ഈ അസ്ഥിയോട് പ്രവചിക്കുക, ജീവൻ ശാസ്ത്രത്തോട് കൊണ്ട് ഇവയുടെ ആവശ്യിക്കാൻ ആവശ്യപ്പെടുക, ശക്തിയായി ഊതുകയാണ്, ജീവശാസ്ത്രം കണ്ടുവരിക. ഈ അസ്ഥികളെല്ലാം ജീവൻ പ്രാപിച്ച് വലിയ ആനന്ദത്തോടെ തിരിച്ചുപോയി. ഇതുകൊണ്ടാണ് യേശു ജീവൻ നമ്മളെ വിശ്വസിക്കുന്നത്, ജീവൻ ശ്വാസം എന്താണ് പറയുന്നത്. വിട്ടുപോയി നമ്മൾ തീർന്നു. ഇത് ദൈവം നൽകുന്ന ജീവനാണ്. ഈ ജീവൻ യോഹന്നാന്റെ സുവിശേഷം 20:22-23 വാക്യം. യോഹന്നാൻ 20:22-23 വാക്യങ്ങൾ. അവൻ തന്നെ ശിശുക്കളെ വിശ്വസിച്ചു, ഒറ്റ കൊടുത്തു. മറ്റുള്ളവരെ ജീവിക്കും,
നിങ്ങൾ ആരുടെ ഭാഗം മോചിക്കും അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ ഭാഗം എന്തിക്കുന്നത് ബന്ധിക്കപ്പെട്ടിരിക്കും ഈശോ പറഞ്ഞത്. അത് തൊട്ട് മുമ്പ് ഈശോ ഒറ്റ വോട്ട് അവരെല്ലാവരുടെ അവരാത്മാവുകൊണ്ട് നിറയുന്നവരായിട്ട് മാറി. അപ്പസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവരെ ദൈവത്തെ മഹത്വപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ ഒരു ഫലം കേട്ടു, ശക്തിയായ കൊടുങ്കാറ്റ് പോലുള്ള ശബ്ദം. ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകളുടെ ദൈവം അവരെല്ലാവരുടെ പേര് വന്ന് നിറഞ്ഞു. ഇതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ 3-ന് 1 മുതൽ 8 വരെ നീ ആത്മാവിൽ വീണ്ടും ജനിക്കണമെന്നല്ല നീ കേൾക്കൊണ്ടിരിക്കണം. നീ ആത്മാവിൽ വീണ്ടും ജനിക്കണം. വചനത്താലും ആത്മാവിൽ ജനിക്കുന്നതല്ല പറഞ്ഞപ്പോൾ വലിയ പണ്ഡിതനായ നിയമപണ്ഡിതനായ മനുഷ്യന് ഒന്ന് ഗ്രഹിക്കാൻ സാധിച്ചില്ല. ആ മനുഷ്യൻ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും, എങ്ങനെ സംഭവിക്കും? അറിയാമോ? കാലത്ത് അതിന് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നതിലേക്ക് തിരിച്ചു പോകുന്നു. അത് ശബ്ദം കേൾക്കുന്നു, നീ അത് എവിടെ വരുന്നു എവിടെ പോകുന്നു അറിയില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്നവരും. ഇത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത. നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നത്, നമ്മളുടെ ജീവൻ കുടിക്കുന്നത് ദൈവത്തിന്റെ ഈ ആത്മാവിന്റെ അഭിഷേകമാണ്, ശക്തിയാണ്. അവിടെ എസെക്കിയേൽ 18-ാം അധ്യായം 4-ാം വാക്യം, അപ്പസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 25-ാം വാക്യം, ഭൂമുഖത്ത് ചലിക്കുന്ന സകലരുടെയും ജീവനും ശാന്തവും എന്നിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത് ദൈവം അറിയിക്കുന്നു. ഭൂമുഖത്തുള്ള സകലരുടെയും ജീവനും ശാന്തവും എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ജീവനിലേക്ക് പരിശുദ്ധാത്മാവാണ് ദൈവീക ജീവൻ വരുമ്പോഴാണ് ദൈവീക ജീവനിൽ നമ്മൾ പങ്കാളിയായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. പാപം ചെയ്യുമ്പോഴും നശിപ്പിച്ച് കളയുകയാണ് ആധ്യാത്മിക ജീവൻ. പാപം ചെയ്യുന്ന ഒറ്റ വ്യക്തിയെ പോലും ദൈവത്തിന്റെ ജീവനില്ല, ഒരു സംശയം ഉണ്ടാക്കാൻ. ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും ഏത് ആചാരം അനുഷ്ഠാനം കാണിക്കുന്നതാണെങ്കിലും ഏതെല്ലാം പ്രസ്ഥാനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നവരാണെങ്കിലും പാപം ചെയ്തു കൂട്ടി ബ്ലേശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കടന്ന് വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിച്ച് മദ്യപിച്ചും അസന്മാരികമായ വഴികളിൽ പോയി ദൈവത്തിലുള്ള നിലനിൽക്കാൻ ജീവിച്ചിട്ട് ഞാൻ കത്തോലിക്ക ക്രിസ്ത്യാനിയാണെന്ന് കാണുന്ന എനിക്ക് നിങ്ങൾക്ക് ജീവൻ ഒഴിവുണ്ടാവുകയില്ല. എസെക്കിയേൽ 18-ാം അധ്യായം 2-3 വാക്യങ്ങൾ, യെശയ്യാ 55-ാം അധ്യായം 3-ാം വാക്യം, എസെക്കിയേൽ 18-ന് 21 മുതൽ 32 വരെ വാക്യങ്ങൾ. പാപം ചെയ്യുന്നവന്റെ ആത്മീയ ജീവൻ നശിക്കും, അവന് ജീവൻ കാണുകയില്ല. ആ ജീവൻ നിലനിൽക്കാണ് ഈശോ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം, യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. എന്നാൽ കള്ളൻ വന്നിരിക്കുന്നത് ഓർത്തിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടോ. ഈശോ വ്യക്തമായി പറയാം, ഞാൻ വന്നിരിക്കുന്ന ജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. ജീവൻ പറയാൻ പോരാ, അത് സമൃദ്ധമായി ഉണ്ടാകണം. അതേസമയം മറ്റൊരു കാര്യം ഈശോ പറയുകയാണ്, കള്ളൻ വന്നിരിക്കുന്നത് ഓർത്തിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ഈശോ നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളപ്പാടാൻ കഴിക്കുന്ന സത്യം മനസ്സിലാക്കുമ്പോഴാണ് ജീവന്റെ വിലയൊക്കെ നമ്മൾ അറിയുന്നത്. ഈ യോഹന്നാൻ 6:53 ഏറ്റവും വലിയൊരു വചനം. ശരീരം ഒന്നും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ ആത്മാവ് ജീവനുമാണ്. യെശയ്യാ 55:3 നിങ്ങൾ എന്റെ അടുത്ത് വന്ന് എന്റെ വാക്കുകൾ കേൾക്കുകയും നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിലേക്ക് പോകുന്ന ഭാവികൾ രോഗികളൊക്കെ യേശുവിന്റെ വചനത്താൽ തുല്യതൃപ്തിയായി മാറുന്നത്. നിങ്ങൾ എന്റെ അടുത്ത് വാക്ക് കേൾക്കും, നിങ്ങൾ ജീവിക്കും. വചനം കേട്ടാൽ മതി, നമുക്ക് ജീവൻ ഉണ്ടാകും. വെളിപാട് 1:3 ഈ പ്രവചനത്തിലെ വചനങ്ങൾ വായിക്കുന്നവരും ഇത് കേൾക്കുന്നവരും ഇത് എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീത. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അനുഗ്രഹീതം. ഇപ്പോഴും പറഞ്ഞു ലൂക്കാ 8:21 വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും സഹോദരികളും. വചനം കേൾക്കുക, അനുസരിക്കുക. സുഭാഷിതം 19:16 ഈ വചനം കേട്ടാൽ നീ ജീവിക്കും, നിനക്ക് ജീവൻ തിരിച്ചു ലഭിക്കും. സുഭാഷിതം 4:20 മുതൽ 22 വരെ വാക്യം. സുഭാഷിതം 4:20 മുതൽ 22 വരെ വാക്യങ്ങൾ. വചനം കേട്ടാൽ അത് വലിയ ഔഷധമായിട്ട് നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും, നിനക്ക് ജീവൻ ലഭിക്കും, നിന്റെ രോഗം വിട്ടുപോകും. ജ്ഞാനത്തിന് മൊത്തം പരാമർശമുണ്ട്, ജ്ഞാനം പരാമർശമുണ്ട്. മഴക്കമോ വേദന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ആകെയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കുന്നത്. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകളിൽ ഇതുപോലുള്ള ജ്ഞാനയോഗങ്ങളിലൊക്കെ രോഗശാന്തി കിട്ടുന്നത്. മനുഷ്യന്റെ ശക്തിയൊന്നുമല്ല, മനുഷ്യന്റെ ബുദ്ധിയൊന്നുമല്ല, ദൈവവചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ മഹത്വം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി ലഭിക്കും. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം, മത്തായി 8:16 സായാഹ്ന വന്നപ്പോൾ രോഗികളെയും പിശാചുബാധിതരെയും അവർ യേശുവിനെ കൊണ്ടുവന്നു. യേശുവിന്റെ വചനം കൊണ്ട് രോഗികളെ സുഖമാക്കി, പിശാചുക്കളെ പുറത്താക്കി. വചനത്തിന്റെ ശക്തി വചനം കൊണ്ട്.
എല്ലാം വചനത്താലാണ് ചെയ്യപ്പെട്ടിരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, ഉൽപ്പത്തി 1:20, സങ്കീർത്തനം 33 6-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം. ദൈവം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഭൂമിയെയും അതിനുള്ള സകല രാജ്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് വചനം കൊണ്ടാണ്. പ്രഭാഷകൻ 42-ാം അധ്യായം 15-ാമത്തെ വാക്യം, ദൈവത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വചനം വഴി നിർവഹിക്കപ്പെടും. അവിടെ മത്തായി സുവിശേഷം 24-ാം അധ്യായം 35-ാമത്തെ വാക്യം, ലൂക്കാ 21:33, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 17 വാക്യങ്ങൾ, ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. അതിനകത്തും പോയി കടന്നുപോകും. പക്ഷെ എന്റെ വചനം മാത്രം ഒരിക്കലും കടന്നു പോവുകയില്ല. യാതൊരു സംശയമില്ല. ഞാൻ ഇന്ന് കടന്നു പോകും. 30-ഓ 50-ഓ 60-ഓ ഞാൻ ഇന്ന് കടന്നു. ഈ ആകാശം ഭൂമിയൊക്കെ കടന്നു. പക്ഷേ കർത്താവിന്റെ വചനങ്ങൾ മാത്രം ഒരിക്കലും കടന്നു പോവുകയില്ല. കാരണം അതെന്നേക്കും സുസ്ഥാപിതമാണ് സ്വർഗത്തിൽ. സങ്കീർത്തനം 119:89. അങ്ങയുടെ വചനങ്ങൾ സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ വചനങ്ങളോട് ആരും ഒന്ന് കൂടിച്ചേർക്കരുത്, എടുത്ത് പറഞ്ഞേക്കരുത്. ഒരൊറ്റ മനുഷ്യ വ്യക്തിക്ക് പോലും അധികാരം കൊടുത്തിട്ടില്ല അതിന്റെ വചനങ്ങൾ എടുത്തുകളയാനോ ഓതി മാത്രം കൈകാര്യം ചെയ്യാനായിട്ടോ. വെളിപാട് 22:18-19 വാക്യങ്ങൾ. നിയമത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾ കൽപ്പിക്കുന്ന വചനങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കണം. ആരും എടുത്ത് പറയരുത്, കൂട്ടിച്ചേർക്കാൻ ചെയ്തിരിക്കരുത്. കർത്താവിന്റെ കൽപ്പനയാണ്. അവിടെ ഈ വചനം ഇത്രമാത്രം ഭയാനമായ ഈ വചനം, ജീവൻ തരുന്ന വചനം, സൗഖ്യമാകുന്ന വചനം സ്വീകരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ആത്മാവ് ജീവിതമുണ്ടാകുന്നത്. ഈ ജ്ഞാനങ്ങളിലൊക്കെ പറയുന്നത് ഒരു പുതുജീവൻ തരികയാണ്, ഒരു പുതിയ കൈനിനെ നിരസിപ്പിക്കുകയാണ്. ആ ജീവൻ നിങ്ങൾ നശിപ്പിച്ച് കളയാതെ പാപം ചെയ്ത് വെറുപ്പ് മനസ്സിൽ കയറ്റി, അസൂയ മനസ്സിൽ കയറ്റി, സാധനങ്ങൾ പുറകെ പോയി ഈ ജീവൻ നശിപ്പിച്ച് കളയരുതേ. അത് കളയാൻ വേണ്ടി യാതൊരു മാർഗവുമില്ല. ഉയർന്നത് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ചിലപ്പോൾ വിട്ടു നോക്കുന്നത് വിട്ടത്തില്ല. എന്നേക്കുമായിട്ട് പോകാം നിത്യനാശത്തിലേക്ക്. നമ്മളിന്ന് വായിച്ച ബൈബിളിന്റെ വ്യാഖ്യാനം തന്നെയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. ഇതൊന്ന് വായിക്കണം, അതിനൊക്കെ ധ്യാനിക്കണം. മത്തായി 7:14. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നത് ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്കുള്ള വഴി റോഡുകളെയാണ്, വഴി വിശാലമാണ്, അതിനെ പോകുന്നവര് അനേകരാണ്. വീതി കൂടി വഴിയായി നമുക്കറിയാം. വളരെ യാത്ര പോകുന്നവരെ ഒത്തിരി കാര്യങ്ങൾ മേടിക്കാം, ഒത്തിരി കാര്യങ്ങൾ കാണാം, ഒത്തിരി വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വീതി കൂടി വഴി പോകുമ്പോൾ നമുക്ക് കൂട്ടിയിരിക്കുക ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പൊ ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ അറിയാം, ക്ലേശം നിറഞ്ഞ് ഞെരുങ്ങി ക്ലേശിച്ച് ഇടുങ്ങിയ വഴിയെ പോയാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാം. ഞാൻ നിങ്ങൾ തീരുമാനം എടുത്തുകൊള്ളുക ഏത് വഴിയേക്ക് വേണം. കർത്താവിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് രണ്ട് വഴികൾ. ഒന്നേ ഇടുങ്ങിയ വഴിയെ പോകുക, അല്ലെങ്കിൽ വിശാലമായ വഴിയെ പോകുക. ഒന്നേ നീ ജീവൻ ഈശോയെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കുന്ന വികാസത്തെ സ്വീകരിക്കുക. ഒന്നേ നീ നന്മ സ്വീകരിക്കുക, അല്ലെങ്കിൽ തിന്മ സ്വീകരിക്കുക. ഒന്നെങ്കിൽ നീ ജലം സ്വീകരിക്കുക, അല്ലെങ്കിൽ അഗ്നി സ്വീകരിക്കുക. പ്രവാചകൻ 15 മുതൽ 17 വാക്യം. പ്രവാചകൻ 15 മുതൽ 17 വാക്യങ്ങൾ. വളരെ മനസ്സിലാക്കാൻ നിനക്ക് അർത്ഥം അനുസരിക്കാൻ പറ്റും. അത് വേണോ വേണോ തീരുമാനിക്കണം. ചെയ്യാം. ദൈവം നമ്മളോട് അറിയിക്കാം. നിനക്ക് അർത്ഥം അനുസരിക്കാൻ സാധിക്കും. വേണോ വേണോ തീരുമാനിക്കണം. ചെയ്യാം. ഇതിന് മുന്നിൽ ജീവനുണ്ട്, നന്മയുടെ വർണ്ണമുണ്ട്, അഗ്നിയുടെ ജലമുണ്ട്. ഇഷ്ടമുള്ള നിനക്ക് എടുക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് ജീവൻ, വചനമാണ് എല്ലാം, വചനമാണ് യേശു ക്രിസ്തു. ഇനി ഈശോ എന്നൊക്കെ പറയുന്നതിനെ വചനമാണ്. വെളിപാട് 19:13, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 1:1 മുതൽ 3 വരെ വാക്യങ്ങൾ. വെളിപാട് 19:13, അവൻ രക്തത്തിൽ നോക്കിയ വേഗത്തിൽ എത്തിയിരിക്കുന്നു, അവന്റെ നാമം ദൈവ വചനം. യേശു നാമമാണ് ദൈവ വചനം. ആ വചനമാണ് പറയുന്നത് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് നിങ്ങൾ വചനം സ്വീകരിക്കുമ്പോൾ മനുഷ്യന്റെ വചനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഞങ്ങളുടെ ആദ്യം വചനം മാത്രമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ സ്വീകരിക്കണം. 1 തെസ്സലോനിക്കർ 2:13, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവ വചനമായിട്ട് വേണം വചനം സ്വീകരിക്കാനായിട്ട്. വചനം വിശ്വാസയോഗ്യമാണ്, അത് സ്വീകാര്യമാണ്. അവർ ഓരോരുത്തരും സ്വീകരിച്ചേ മതിയാകും. വചനത്തെ തള്ളിക്കളഞ്ഞാൽ ഈശോയെ നമ്മൾ തള്ളിക്കളയുകയാണ്. വചനത്തെ സ്വീകരിച്ചാൽ ഞാനും നിങ്ങളും പോയി മാറ്റി നോക്കുമ്പോൾ എവിടെ കൊണ്ട് വീഴും. ഒരു സംശയമാണ്. 1 പത്രോസ് 2:8, 1 പത്രോസ് 2:8. വചനത്തെ സ്വീകരിക്കുന്നവർ 6000 സജ്ജീകരിക്കപ്പെടും. നമ്മൾ വചനം അനുസരിക്കണം. ഈ അനേക രോഗികളാകുന്ന ദുരിതത്തിൽ ചെന്ന് ചാടുന്നത്, വേണ്ടാത്ത ചാടുന്ന പോയി ചാടുന്നതിന്റെ കാരണം കർത്താവിന്റെ വചനം ഉപയോഗിച്ചു. അനാഥ ഇന്നത്തെ കുറെ പോയി ഇതാ സത്യം.
17 വരെ വാക്യം അങ്ങനെ അകത്തേക്കാൾ തീർക്കപ്പെട്ടു. തങ്ങളുടെ കഷ്ടതയിൽ അപ്പോൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. തന്റെ വാദന വയലിൽ അവിടെ വരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്താണ് അവനായ ആളുകൾ പിന്തുടർന്ന് നാട്ടിലോട്ട് പോയ കാര്യത്തിലെ അന്നെ വാദന വയച്ച് അവിടുന്ന് സൗഖ്യമാക്കി. കഷ്ടതയിൽ അങ്ങോട്ട് വരെ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. നമുക്ക് ഏറ്റവും തെറ്റെന്താ അറിയാമോ? കൈവക്കി ശ്രദ്ധിക്കാൻ പറ്റാൻ നമുക്ക് ഭയങ്കര തെറ്റാണ്. ഞാനൊക്കെ പിടിച്ചുകൊണ്ട് മനസ്സിലാവുന്നതൊക്കെ കുതിക്കുന്നു. വലിയ 3-4 കഴിഞ്ഞ മൊത്തമോ കണ്ടതാണ്. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തമായ സകലത്തിന്റെയും നാഥനായ കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയെ എന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് എന്റെ ഏകരക്ഷകനും ഏകനാഥനും ഏകകർത്താവും ഏകദൈവവും ആയിരിക്കണം. ഈശോയെ, അവിടുന്ന് എന്റെ ഏകകർത്താവും ഏകദൈവവും ഏകരക്ഷകനും ഏകനാഥനും ആയിരിക്കണം. ഈശോയെ, അവിടുന്ന് എന്റെ രക്ഷകനും നാഥനും കർത്താവുമായി എന്നിൽ നിറയണമേ, എന്നിൽ വസിക്കണമേ. ഈശോയെ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നിൽ നിറയണമേ. ഈശോയെ, അത് കടന്നു വരുന്നത് തടസ്സമായ എല്ലാ ബന്ധനങ്ങളിൽ എന്നെ രക്ഷിക്കണമേ. എന്റെ ഏകരക്ഷകനും ഏകനാഥനുമായ എന്നിൽ വസിക്കണമേ, എന്നിൽ നിറയണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഈ സമയം എന്റെ പ്രവൃത്തിയിലേക്ക് സ്നേഹത്തിന്റെ ഞങ്ങളെ ബന്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും രീതികൾ ഒളിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. യേശുവേ, അങ്ങയുടെ ജ്ഞാനം പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ആലോചനയും വിവേകവും വിവേചനവും ബുദ്ധിയും ആത്മധൈര്യവും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമത, ഈ ഫലങ്ങളാൽ ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, നിറച്ചു കവിക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ ഒഴുകി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് അരുളി ചെയ്തല്ലോ, യോഹന്നാൻ 7